ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളിത് ഖലീഫ ബസ് കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത് ഇവനാണ് നമ്മളിന്ന് ട്രിപ്പ് എടുക്കാൻ പോകുന്ന ഐറ്റം. അപ്പോൾ കുറേ നാളായി നമ്മൾ വേറെ വണ്ടികളൊക്കെ ട്രിപ്പ് എടുത്തിട്ട് സ്ഥിരമായി ഇപ്പോൾ ഓടിക്കുന്നത് നമ്മുടെ വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കോളേജ് ട്രിപ്പാണ്. അപ്പോൾ ഈ കോളേജിൽ നിന്ന് നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാവരെയും പിക്ക് ചെയ്ത് വണ്ടിക്കകത്തിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വണ്ടി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോസാണ് ഇന്ന് നമ്മുടെ താരം. ഓക്കെ, നമ്മൾ ഖലീഫയുടെ കൂടെ ട്രിപ്പ് എടുക്കുന്ന ഐറ്റം നമ്മുടെ ബോസാണ്. അപ്പോൾ 2 വണ്ടിയാണ് അവർ ബുക്ക് ചെയ്തത്. ഒന്ന് നമ്മുടെ ബോസും പിന്നെ ഈ ഖലീഫയും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വണ്ടി ഓടിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഡ്രൈവറെ നമ്മൾ അതിനകത്തോട്ട് വിട്ടിട്ടുണ്ട്, നമ്മുടെ ബോസിനകത്ത്. അവന്മാർ ബാക്കിൽ കിടന്ന് ഇജ്ജാതി നിരക്കമാണ് നിരങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതേ ബാക്കിൽ കിടപ്പുണ്ട് അവന്മാർ. നമ്മളാണ് ഫസ്റ്റ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നിട്ട് നമ്മൾ നിർത്തി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങ് വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവരെന്ത് ചെയ്യാനാണ്, അവർ വന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ സമയം കളയണ്ടെന്ന് വെച്ച് നമ്മൾ വണ്ടി എടുത്തിങ്ങ് പോന്നു. ഓക്കെ, അപ്പോൾ അതേ ഫുള്ള് വൈബായിട്ട് എല്ലാവരും വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ പാസഞ്ചേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ ടീച്ചർമാരും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഖലീഫയുടെ ഒരു ക്യാബിൻ വ്യൂ വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിവ്യൂവും ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഡസ്റ്റർ, അതായത് നമ്മുടെ സിനിസ്റ്ററിന് നമ്മൾ ഇതുപോലൊരു ഗ്രാഫിക്സാണ് അകത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എക്സ്റ്റീരിയർ അപ്ഡേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻറ്റീരിയർ ഒന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഒരു അപ്ഡേഷൻ നമ്മുടെ സിനിസ്റ്ററിനും കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ഡാഷ്ബോർഡിൻ്റെ അവിടെ ആയിട്ടൊക്കെ ഇതുപോലൊരു കവറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കാനാണ് പ്ലാൻ. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സ്റ്റിയറിങ്ങിലും അടിച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സിനിസ്റ്ററയിലും കൊണ്ടുവരാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഖലീഫ അടിപൊളി ഒരു ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് മൂന്നാറിലേക്കാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല അവിടെ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ അവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് വണ്ടി എടുത്തത്. നമ്മളൊരു 2 മണി 3 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ സ്കൂളിലേക്ക് പോയി നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്താൻ ഏകദേശം നാളെ രാവിലെ 4 മണി 5 മണിയൊക്കെ ആവും. അപ്പം അതിനായിട്ട് ഈ നല്ല രീതിയിൽ ഇന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരം കിടന്ന് ഉറങ്ങി നമ്മൾ ഉച്ചയായപ്പോൾ വണ്ടി എടുത്തുകൊണ്ടിങ്ങ് പോന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഖലീഫയ്ക്കൊക്കെ നല്ല രീതിയിൽ നല്ല ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇവിടുന്ന് ഇപ്പം ജമ്മു കാശ്മീർ, അതുപോലുള്ള ഗോവ, അതുപോലുള്ള സ്ഥലത്തേക്കൊക്കെ നല്ല രീതിയിൽ ഓട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്ക് അതിലും അത്രയും ഇതില്ല, ഷോർട്ടായിട്ടുള്ള ഓട്ടം എന്ന് വെച്ചാൽ ഇവിടുന്നൊരു വയനാട്, അതുപോലെ തന്നെ മൂന്നാർ ട്രിപ്പൊക്കെ നമ്മുടെ വണ്ടിക്കും കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം മൂന്നാർ, വയനാട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ ഗോവ ഒരു വട്ടം നമ്മൾ ട്രിപ്പ് പോയതാണ്. ഓക്കെ, അതുപോലുള്ള ഏരിയകളൊക്കെ ഈ ദൂരെയുള്ളത് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്നാറിലോട്ടുള്ള റൂട്ടൊക്കെ ഫുള്ള് വളവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു വട്ടം ഇതുവഴി പോയിട്ടുണ്ട്. മൂന്നാറിലേക്കല്ല, ബട്ട് വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു വയനാട്ടിലോട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിനിലൊക്കെ അടിച്ചേക്കുന്ന ഒരു സംഭവം കണ്ടോ, നല്ല കുഷ്യൻ പോലെ ഒരു സംഭവം, നല്ല സോഫ്റ്റാണ് ആ സംഭവം. അപ്പോൾ നമ്മൾ അതുപോലൊരു സംഭവം നമ്മുടെ വണ്ടിയിലും കൊണ്ടുവരണമെന്ന് ഇതുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കാതെ അത് കൊണ്ടുവരും. ഇതേ ഒരു കളർ പാറ്റേണിലാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫുള്ള് വളവും കാര്യങ്ങളുമൊക്കെയാണ്. ഈ വളവിലൊന്നും വേറെ വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് സീനില്ല. ഓക്കെ, വേറെ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് റിവേഴ്സിലെടുത്ത് ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ തന്നെ ഈ സൈഡിൽ 2 സൈഡിലും ഈ ബാരിയറും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട്, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, 2 സൈഡും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോസിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മുടെ ബോസ് വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, അവന്മാരെ ഒന്ന് വിളിച്ച് നോക്കണം എന്തെങ്കിലും പണി കിട്ടി കിടക്കുവാണോ എന്ന്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ഖലീഫയുടെ അടി തട്ടിയിട്ടുണ്ട്. നല്ലപോലെ വളച്ചെടുത്തുകൊണ്ടിങ്ങ് പോകുന്നതാണ്.
അടി തട്ടി ഗൈസ്. ഓക്കെ, നമ്മുടെ ലിപ്പാണ് തട്ടിയത്, വേറെ സീനൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് എടുത്തോണ്ടെങ്കിൽ പോയേക്കാം. ബാക്കിലൊരു ഇന്നോവ വരുന്നുണ്ട്, അവന്മാർക്കൊക്കെ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അയ്യോ, ഇപ്പോൾ നമ്മൾ ആ ഫോർച്യൂണറെ കയറി അങ്ങ് ഇടിച്ചേനെ. ഓക്കെ, നമ്മുടെ പിക്സൽ നെയിം ബോർഡൊക്കെ ഇതാണ് പോകുന്നത്, നല്ല റിഫ്ലക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മുടെ റെഡ് കളർ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു വളവ് സീനാണ്. ഇത് രണ്ട് സൈഡ് നമ്മൾ പറഞ്ഞ പോലെ ബാരിയറൊക്കെ ഉണ്ട്. അയ്യോ, ഈ വണ്ടി നമ്മൾ റിവേഴ്സിൽ എടുക്കേണ്ടി വരും. എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഇറക്കുവാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി, അതൊരു നല്ല ഇതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഇവർ ഇതുപോലുള്ള ഇറക്കം സംഭവം വെച്ചേക്കുന്നത്. ഓക്കെ, സൈഡ് തട്ടി. അപ്പോൾ നമ്മുടെ വണ്ടിയല്ല, അതാണ് നമ്മുടെ വണ്ടിയായിരുന്നു നമ്മൾ പറപ്പിച്ചേനെ ഗൈസ്. ഈ ഒരു വഴി കൂടെ ഒക്കെ നമ്മുടെ ബോസൊക്കെ ആയിരുന്നു നമ്മൾ പറപ്പിച്ചേനെ. ഓക്കെ, അപ്പോൾ അതെ ഇതായതുകൊണ്ടാണ് നമുക്കൊരു പേടി, നമ്മുടെ വണ്ടി അല്ലല്ലോ അതുകൊണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയാണ് നമ്മൾ കത്തിച്ച് വിട്ടേനെ ഈ ഒരു വഴിയും കാര്യങ്ങളോടൊക്കെ. ഓക്കെ, ഇവിടെ സീനില്ല, ഇവിടെ നമ്മുടെ ഇച്ചിരൂടെ കുറച്ചേ ഉള്ളൂ ബാരിയറൊക്കെ. ഓക്കെ, കയറട്ടെ. ഇതേ ഒരു ഫോർച്യൂണർ പോയി. വേറെ വണ്ടിയൊന്നും വരല്ലേ. ഓക്കെ, സെറ്റ്, വന്നില്ല. അപ്പം നമ്മൾ ഇവന്മാരെ കൊണ്ടുവന്ന് നേരെ ഇപ്പം നമ്മൾ നേരെ ചെന്നൊരു സ്ഥലത്ത് നിർത്തും. അവിടെ നിന്ന് എന്തോ ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ നേരെ ഇവിടുന്ന് അടുത്ത ട്രിപ്പ്. അപ്പം നമ്മൾ അവിടം വരെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ ഒരു 7-8 മണിയായിട്ട് ഇനി ട്രിപ്പ് എടുക്കുന്നുള്ളൂ അവിടുന്ന്. അപ്പോൾ അവിടെ ഇന്ന് ഒരു ചെറിയൊരു സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3-4 മണിക്കൂറത്തേക്കുള്ളൊരു സ്റ്റേ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബോസിനെയൊക്കെ നമ്മുടെ ബോസിൻ്റെ ഡ്രൈവറേയും കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, വണ്ടി വന്നുകൊണ്ടിരിക്കുവാണ്, വേറെ സീനും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല സേഫായിട്ട് വന്നുകൊണ്ടിരിക്കുവാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ വളവും തിരിവൊക്കെ ആയതുകൊണ്ടാണ് അത്ര സ്ലോയിൽ വരുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ഡ്രൈവറാണത്. ഓക്കെ, അങ്ങനെ ഒരു വലിയ വളവ് നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, വണ്ടിയൊന്നും വരല്ലേ. ഓക്കെ, അയ്യോ, ഫ്രണ്ടിൽ തന്നെ വന്ന് ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഫോർച്യൂണർ. ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അങ്ങ് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് പൗച്ച് നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഒരെണ്ണം നമ്മുടെ വണ്ടിയിലും ചെയ്യണം. ഓക്കെ, അടിപൊളി സാധനമാണ്, നല്ല സ്മൂത്തായിട്ട് തിരിച്ചെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇച്ചിരി സ്പീഡായിപ്പോയി, അതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, കയറ്റമൊക്കെ നമ്മുടെ ഈ വണ്ടി സിമ്പിളായിട്ട് വലിച്ചു പോകുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ നമ്മുടെ വെള്ളിമുങ്ങ ഓട്ടോ വെച്ചൊന്ന് ഇടിച്ചേനെ. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കയറ്റമൊക്കെ അടിപൊളിയായിട്ട് വലിച്ച് കയറുന്നുണ്ട്, ഇത്രയും ഹെവി ലോഡൊക്കെ വെച്ചോണ്ട് അതിനൊരു സീനും ഇല്ല. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കയറ്റമൊക്കെ വലിച്ച് കയറി പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ കിടന്ന് നിരങ്ങുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ബാക്കിൽ ഇങ്ങനെ കുറേ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മളും അവരുടെ അത്ര സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഈ ചെറിയൊരു വഴിയിൽ ഇത്ര ഹെവി വണ്ടിയൊക്കെ പോകാൻ നല്ല റിസ്ക്കാണ്. അപ്പം ഓവർടേക്ക് ചെയ്യാനും അവന്മാർക്ക് പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇതേ ഒരു ഹെയർ പിന്ന്. അയ്യോ, പിന്നെ സൈഡിൽ വേറെ ഒരു പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളച്ചങ്ങ് എടുക്കാൻ പറ്റി. ഓക്കെ, അതെന്തായാലും നല്ലൊരിതാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ചെറിയ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതേ സൈഡിൽ ഫുള്ള് തേയിലയുടെ ഒരു കാര്യങ്ങളൊക്കെ, ഒരു തോട്ടമൊക്കെയാണ്. ഓക്കെ, ദേ ഇവിടെ എന്തോ വണ്ടിയൊക്കെ കയറ്റിയിടുന്ന സംഭവമൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അവിടെ എന്തോ ഒരു ഈ കാഴ്ചയൊക്കെ കാണാൻ വരുന്നവർക്ക് വണ്ടിയൊക്കെ കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയുള്ളതാണ്. അതാണ് അവിടെ ആ 2-3-4 സംഭവമൊക്കെ, നമ്മുടെ ബസ്സൊക്കെ കയറ്റിയിടാനുള്ള.
കാറൊക്കെ പിന്നെ സൈഡിൽ അങ്ങ് കിടന്നോളും. അയ്യോ, ഇപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്പീഡ് എടുത്തങ്ങ് പോയായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ. നമ്മുടെ ആ ഓട്ടോ വെച്ചൊന്ന് ഇടിച്ചേനെ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, അതായത് മൂന്നാർ എത്തുന്നതും അതുപോലെ വേറെ എവിടെയൊക്കെ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ മൂന്നാർ പോകണമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഇനി അവിടുത്തെ ഓരോ ഇത് വെച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് ഇനിയും വേറെ സ്ഥലങ്ങളൊക്കെ കാണുമ്പം അവിടെയൊക്കെ ഒന്ന് കയറി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇടാനായിട്ട് നോക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ എത്രയോ ഒരു 3-4 പാർട്ടായിട്ട് പറ്റുവാണെങ്കിൽ ഇടാം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോസിനെ ഇടയ്ക്ക് ഓടിക്കാം, ഇടയ്ക്ക് ഇവനെ ഓടിക്കാം. പിന്നെ നമ്മൾ മൂന്നാറിലെ മഞ്ഞിനകത്തൊക്കെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കുന്ന കാണിക്കാം. പിന്നെ മഞ്ഞ് കയറി വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നറിയത്തില്ല. അങ്ങനെ വല്ല പണി കിട്ടുവാണെങ്കിൽ അതും നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, വണ്ടിക്കകത്തോടാണ് ഈ ഇലയും കാര്യങ്ങളൊക്കെ, അതൊന്നും വെട്ടിക്കളയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ബസ് പോകുമോ എന്ന് അറിയത്തില്ല. അവിടെ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിടാനുള്ള സംഭവം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളാണ് ഫസ്റ്റ്. ഓക്കെ, അവന്മാർ ബാക്കിൽ പുറകെ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊക്കെ എത്തിയതേ നമ്മുടെ ബോസൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 വണ്ടി ഒരുമിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ബോസ് വന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്തായാലും നമുക്ക് ബോസിനെ അങ്ങോട്ട് കയറ്റി ഒന്ന് പാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പം ഇപ്പം റോഡിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, 2 വണ്ടിയും ഒരു സ്ഥലത്ത് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സ്ഥലമൊന്നും ഇല്ലാതൊന്നും വന്നില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.